നീ ആഗ്രഹിക്കുന്ന ആളുടെ സ്നേഹം ഈ അമല് കൊണ്ട് കരഗതമാക്കാൻ കഴിയും. ഒരിക്കലും പിരിയാത്ത രീതിയിലുള്ള സ്നേഹം അവൻ നിനക്ക് നേടിയെടുക്കാൻ കഴിയും. ഇതൊരു മുജറബായിട്ടുള്ള അമലാണ്. ചെയ്തവർക്കെല്ലാം റിസൾട്ട് ലഭിച്ച അമലാണ്. നിന്നോടുള്ള സ്നേഹം പാറ പോലെ ഉറച്ചു നിൽക്കും. സിമ്പിളായി ആർക്കും ചെയ്യാൻ പറ്റിയൊരു അമൽ. ഒന്ന് ചെയ്തു നോക്ക്. ആരുടെ സഹായം ഇല്ലാതെ നിനക്ക് തന്നെ ഈ അമലിനെ ചെയ്യാം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത്, എന്നെ സമീപിക്കുന്ന ധാരാളം ആളുകൾ സങ്കടം പറയുന്നൊരു വിഷയമാണ്. തങ്ങളെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല. നമ്മോട് നിരന്തരം സങ്കടം പറയുന്നൊരു വിഷയത്തിൽപ്പെട്ടൊരു വിഷയമാണ് സ്നേഹബന്ധങ്ങൾ, സ്നേഹക്കുറവുകൾ, സ്നേഹമില്ലായ്മ. ഞാൻ എത്ര സ്നേഹിച്ചിട്ടും അവിടുന്ന് ഇങ്ങോട്ട് അതുപോലുള്ളൊരു സ്നേഹം കിട്ടുന്നില്ല. എന്നെല്ലാവർക്കും വെറുപ്പാണ്. മക്കൾക്ക് എന്നോട് സ്നേഹമില്ല, ഭർത്താവിന് എന്നോട് സ്നേഹമില്ല. ധാരാളം ആളുകൾ സങ്കടം പറയുന്നതാണ്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നിരന്തരമായി ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ സമീപിക്കുന്നവർ പറയുന്നത്. അതിനുള്ള ധാരാളം അമലുകൾ നമ്മൾ മജ്ലിസിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മഹബത്തിൻ്റെ അമലുകൾ ധാരാളം. കുറേ ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചവരുണ്ട്, അതുപോലെ തന്നെ റിസൾട്ട് ലഭിക്കാത്തവരുണ്ട്. ഇതെല്ലാം ഒരു ഉറപ്പോടുകൂടി, ഒരു യക്കീനോടുകൂടി, ഒരു വിശ്വാസത്തോടുകൂടി, ഇഖ്ലാസോടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനും റിസൾട്ട് ഉണ്ടാകും. എല്ലാ അമലുകൾക്കും റിസൾട്ട് ഉണ്ടാകും. അതുപോലുള്ള ഒരു അമലാണ്, ഒരു മുജറബായിട്ടുള്ള അമലാണ് ഈ ഒരു അമല്. ഇതും വിശ്വാസത്തോടുകൂടി, ഒരു ഉറപ്പോടുകൂടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതിനും റിസൾട്ട് ഉണ്ടാകും. നമ്മൾ ഓരോരോ അമല് പറയാനുള്ള കാരണം, കുറേ ആളുകൾക്ക് നമ്മൾ പറയുന്ന മറ്റുള്ള അമലുകളെ കൊണ്ടൊന്നും ഉത്തരം കിട്ടാത്തവരുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇനി വേറൊരു അമല്, ഭർത്താവിനെ സ്നേഹിക്കാൻ, എന്നോടുള്ള സ്നേഹം ഭർത്താവിൻ്റെ ഹൃദയത്തിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഒരു പവർഫുള്ളായിട്ടുള്ള അമലുണ്ടോ എന്ന് തേടുന്നവരുണ്ട്, തിരയുന്നവരുണ്ട്, ചോദിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ, ഒരാളെ സഹായമില്ലാതെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയൊരു അമലാണ് ഈ ഒരു അമൽ. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വിലപ്പെട്ട സമയം ഞാനത് കവർന്നെടുക്കുന്നില്ല. ഉടനെ നമുക്ക് അമലിലേക്ക് കടക്കാം. ഏതാണ് അമൽ? എങ്ങനെയാണ് ഈ അമൽ ചെയ്യേണ്ടത്? ഏത് സമയത്താണ് ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾ ഈ അമൽ പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ, ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി കൺസൾട്ടിങ്ങുള്ള ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരിക. ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്നവർ. തങ്ങൾ പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, വലിയ പ്രതിസന്ധിയിലും വലിയ പ്രയാസത്തിലുമാണ് എന്ന് പറഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട്. തങ്ങളൊന്ന് നേരിട്ട് വന്ന് കാണണമായിരുന്നു, ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട്. ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരിക. നമ്മുടെ സകല പ്രയാസങ്ങളും, എല്ലാ ഇടങ്ങേറുകളും അല്ലാഹുവിനെ തീർത്ത് ജീവിതത്തിൽ വലിയ ഹൈറും വലിയ ബർക്കത്തും അല്ലാഹു ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ ഭർത്താക്കന്മാരെ നീ വലിയ ഐക്യത്തിനും വലിയ സ്നേഹത്തിലുമാക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ വലിയ ഐക്യത്തിനും സ്നേഹത്തിലുമാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് അമല്? ഈ അമല് ചെയ്യാൻ നമുക്ക് വേണ്ടത്, ഭർത്താവാണ് നിങ്ങളോട് പിണങ്ങി നിൽക്കുന്നത്, ഭർത്താവിൻ്റെ സ്നേഹമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇല്ല മക്കളുടെ സ്നേഹമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ ഡ്രസ്സിൻ്റെ, വസ്ത്രത്തിൻ്റെ ഒരു കഷ്ണം എടുക്കുക. നമ്മൾ കുറേ അമല്, വസ്ത്രം കൊണ്ടുള്ള അമല്, പനനീര് കൊണ്ടുള്ള അമല്, പഞ്ചസാര കൊണ്ടുള്ള അമലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ റിസൾട്ട് ലഭിച്ചു, ഉത്തരം ലഭിച്ചവർ അത് ഞങ്ങൾ ചെയ്തു, വലിയ റാഹത്തായി എന്ന് സന്തോഷ വാർത്ത അറിയിച്ചവരുണ്ട്. നമ്മൾ കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ തന്നെ അറിയാമല്ലോ.
ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കർച്ചീഫിൻ്റെ അത്ര ചെറിയൊരു കഷ്ണം, ചെറിയ സ്ക്വയർ കഷ്ണത്തിൽ, ഒരു സ്ക്വയർ രൂപത്തിൽ, കള്ളി രൂപത്തിൽ വസ്ത്രം എടുക്കുക. വസ്ത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നല്ല വൃത്തിയുള്ള നല്ല വസ്ത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നല്ല അത്തർ പുരട്ടുക. നല്ല സുഗന്ധം, നല്ല അത്തർ പുരട്ടിയതിന് ശേഷം ഒരു ബ്ലാക്ക് മഷി എടുക്കുക. നല്ലൊരു CD മാർക്കർ, ബ്ലാക്ക് CD മാർക്കർ. ഞാൻ ഇവിടെ കൊടുത്തതുപോലെ, അതായത് ഖാത്തും സുലൈമാൻ എഴുതുക. പിന്നീട് ഈ കളത്തെ ആ വസ്ത്രത്തിൽ വരക്കുക. ആ വസ്ത്രത്തിൽ വരക്കുക. ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കഷ്ണം എടുത്താൽ വരച്ചത് തെളിയില്ല. അതുകൊണ്ട് വെള്ളയോട് സാമ്യമുള്ളതോ എടുക്കാൻ ശ്രമിക്കുക. പുതിയതിൽ നിന്നും ഭർത്താവ് ഇട്ടുകൊണ്ടിരിക്കുന്നതിലൊന്നും വെട്ടാൻ നിൽക്കരുത്. പിന്നെ അത് വേറൊരു അമൽ ചെയ്തതിനെ പരിഹരിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് അവരിടാത്തത്, അവർ ഉപേക്ഷിച്ചത്, ഒഴിവാക്കിയത്, അതിൽ നിന്നായിരിക്കട്ടെ ഒരു കഷ്ണം വെട്ടിയെടുക്കേണ്ടത്. പുതിയ ഡ്രസ്സിൽ നിന്ന് വെട്ടിയെടുക്കരുത്. അവർ ഇസ്തിരി ഇട്ട് വെച്ച് കഴിയുമെന്ന് ഇട്ട് നോക്കുമ്പോൾ ഉണ്ടാവും പുറത്ത് വലിയൊരു ദ്വാരം. ഭാര്യ സ്നേഹത്തിന് വേണ്ടി വെട്ടിയെടുത്തതായിരിക്കും. അങ്ങനെ ആരും ചെയ്യരുത്. നിങ്ങൾ ഉപേക്ഷിച്ച വസ്ത്രം ഒഴിവാക്കിയതിൽ നിന്നൊരു കണ്ടെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ കൊടുത്ത കളം ഖാത്തും സുലൈമാൻ, പിന്നെ ഈ ഒരു കളം വരച്ച്, പിന്നെ അതിൻ്റെ അടിയിൽ, ഈ കളത്തിൻ്റെ അടിയിൽ യാ വധൂദ് യാ അല്ലാഹ് എന്ന് 7 പ്രാവശ്യം എഴുതി. യാ വധൂദ് യാ അല്ലാഹ്, യാ വധൂദ് യാ അല്ലാഹ്, യാ വധൂദ് യാ അല്ലാഹ്. ഞാൻ ഇവിടെ കൊടുത്തല്ല, സ്ക്രീനിൽ കൊടുത്തതുപോലെ എഴുതുക. പിന്നെ ഭർത്താവിൻ്റെ പേര് മുഹമ്മദ് ഇബ്ന് നഫീസ, നഫീസാൻ്റെ മകൻ മുഹമ്മദ് എന്ന് എഴുതിയതിന് ശേഷം അത് മടക്കുക. മടക്കിയതിന് ശേഷം അതിലേക്ക് ഒരു യാസീൻ, മഹാന്മാരായ ബദർ ശുഹദാക്കളുടെ പേരിൽ ഒരു യാസീൻ ഓതി ഓരോ മുബീനത്തുമ്പോഴും ഈ വസ്ത്രത്തിലേക്ക് മന്ത്രിക്കുക. ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. ഈ യാസീൻ്റെ പോരിശ കൊണ്ട് അല്ലാഹുവേ, ഞാൻ ആരാണോ ഇണക്കാൻ ശ്രമിക്കുന്നത് അവർ എന്നിലേക്ക് നല്ലവണ്ണം റാഹത്തായ നിലയിൽ ഇണങ്ങാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ എന്ന നല്ലൊരു ദുആയോടുകൂടി, നല്ലൊരു നീയത്തോടുകൂടി അമൽ ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 101 പ്രാവശ്യം യാ വധൂദ് യാ അല്ലാഹ് എന്ന് ചൊല്ലി ഈ വസ്ത്രത്തിലേക്ക് മന്ത്രിക്കുക. പിന്നെ ഒരു 46 പ്രാവശ്യം യാ വലിയു യാ അല്ലാഹ് എന്ന ഇസ്മിനെയും ചൊല്ലി ഈ വസ്ത്രത്തിലേക്ക് മന്ത്രിക്കുക. എന്നിട്ട് ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ തലയിണയുടെ അടിയിൽ, അല്ലെങ്കിൽ ബെഡിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ വെക്കുക. ഇത് മകനാണെങ്കിൽ മകൻ്റെ തലയിണയുടെ അടിയിൽ വെക്കുക, അല്ലെങ്കിൽ ബെഡിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ അടിയിൽ വെക്കുക. അവരിടുന്ന വസ്ത്രത്തിൻ്റെ അടിയിൽ വസ്ത്രത്തിനോട് ചേർത്ത് വെക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരിൽ നിന്ന് സ്നേഹമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ സ്നേഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അളവില്ലാത്ത രീതിയിൽ നിന്നോടുള്ള സ്നേഹം പാറ പോലെ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കും. മക്കൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും അവരുടെ ഹൃദയത്തിൽ നിങ്ങളുടെ സ്നേഹം പാറ പോലെ ഉറച്ചു നിൽക്കും. നമ്മൾ ധാരാളം അമലുകൾ പറഞ്ഞിരുന്നു. ഇനിയുമുണ്ടോ അമൽ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് ഇതൊന്ന് ചെയ്തു നോക്ക്. ഒരാളെ സഹായം വേണ്ടല്ലോ, 1 രൂപ ചെലവില്ലല്ലോ. ഇൻഷാ അല്ലാഹ് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഈ അമൽ കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് നീ വലിയ ഉത്തരം നൽകണം. അല്ലാഹ് വലിയ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. അള്ളാഹു ഭർത്താവിൻ്റെയും മക്കളുടെയും സ്നേഹം ഞങ്ങൾക്ക് നൽകണം. അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഓരോരോ അമല് പറയുമ്പോഴും അതിനെ ഹൃദയത്തോട് വെച്ച ധാരാളം മുഹിബ്ബീങ്ങൾ ഈ മജ്ലിസിന് ഇട്ടം വെക്കുന്നവർ, ഈ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഉത്തരം കൊടുക്കണം. അല്ലാഹ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു കമൻറ്റ് അൽഹംദുലില്ലാ എന്നൊരു കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. എന്നിട്ട് ഈ അമല് സ്വീകരിക്കും.
നിങ്ങൾക്ക് ഉത്തരം ഉറപ്പാണ്. അല്ലെങ്കിൽ സമ്മതം ചോദിച്ചിട്ട് ഈ അമലിനെ സ്വീകരിക്കുക, നിങ്ങൾക്ക് ഉത്തരം ഉറപ്പാണ്. നിങ്ങളെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത്തരം പ്രയാസത്തിൽ, ഇത്തരം ബുദ്ധിമുട്ടിൽ നേറി നൊന്തുകൊണ്ടിരിക്കുന്നവർ, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, വിഷമത്തിലായവർ ഈ അമലിനൊന്ന് ചെയ്തു നോക്ക്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, നിങ്ങളുടെ കയ്യിലുള്ള ഗ്രൂപ്പുകളിലേക്ക്, ഈ മജ്‌ലിസിനെ ഉപകരിക്കുന്നവരിലേക്ക് ഇതിനൊന്ന് ഷെയർ ചെയ്യ്. അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ, അവരിത് ചെയ്യട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസിനെ ഹൃദയത്തോട് ചേർക്കാൻ മറന്നുപോകല്ലേ. അതിനുവേണ്ടി ഈ മജ്‌ലിസിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അള്ളാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇശലിൻ്റെ രാപ്പകൽ നൃത്തമാടി മയിൽ പോലെ ഹൃത്തില്ല നൂരാ